ഹായ് ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എല്ലാവർക്കും കേട്ടോ. സിമ്പിൾ ഒരു പിന്നെ എന്നാണോ ഭയങ്കരമായിട്ടുള്ള സംഭവമൊക്കെ ഉള്ളത്? എല്ലാ ദിവസവും ഞാൻ സിമ്പിൾ അല്ലേ. അതത്രേ നമുക്ക് അതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. ഇത് നാടൻ രീതിയിൽ തന്നെ നമുക്ക് വെക്കാം. നാടൻ പയറ് നാടൻ രീതിയിൽ തന്നെ വെക്കണം. ആ പയറ് കണ്ടാലേ അറിയാതെ നാടൻ പയറ്. പൊട്ടാനുള്ള മാത്രം ഇത്തിരി എണ്ണ ഞാൻ ഒഴിക്കുന്നത്, കാരണം വീട്ടിൽ എണ്ണ കഴിഞ്ഞിരിക്കുകയാണ്. ആവശ്യമില്ലാത്ത പറയരുത്. അതല്ല ഇത് ഇത്ര മതി. ഇത് അവസാനം ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ അങ്ങനെ തോന്നുന്നുണ്ട്. അല്ല അമ്മ പറയുമ്പോ വ്യക്തമായിട്ട് പറയണ്ട. അതിന് മാത്രമുള്ള എണ്ണ ഒഴിക്കണം. ഞാൻ വിചാരിച്ചു എണ്ണയുടെ അല്ലല്ല, കടുകും ഈ ഉണക്കമുളകും ഒന്ന് ഇതാവാനുള്ള എണ്ണ തുള്ളി. എന്തിനാ പറഞ്ഞാൽ ഇത് വെന്ത് കഴിഞ്ഞിട്ട് ഇതിലൊരു തുള്ളി വെളിച്ചെണ്ണ. എന്തിനാ ആവശ്യമില്ലാത്ത പറയരുത്? ആവശ്യമില്ലാത്തൊന്നും പറഞ്ഞില്ലല്ലോ. അപ്പൊ കടുക് എങ്ങനെ ഇടണം? കടുക് പൊട്ടട്ടെ. അതിനുള്ള എണ്ണ ഒഴിക്കുന്നത് പറഞ്ഞാൽ എന്താ അറിയോ, ഇത് വെന്ത് കഴിയുമ്പോ അതിലൊരു തുള്ളി വെളിച്ചെണ്ണ തൂവി കൊടുക്കും. അപ്പൊ രണ്ടും കൂടി ആകുമ്പോ കൂടുതലാവണ്ട. എണ്ണ കഴിയും പറഞ്ഞിട്ട് ആയിക്കോട്ടെ. എണ്ണ കഴിയുന്നു പറഞ്ഞിട്ടല്ലേ. എന്താ നല്ല കാര്യമാണമ്മ. നല്ലത് പറഞ്ഞത് ദേഷ്യപ്പെട്ട് എനിക്ക് വയ്യ. ഉണക്കമുളക് അച്ഛൻ, കരുവേപ്പല ഞാൻ. അതിൽ കിടക്കുന്ന കടുക് വിനോദ്. ആ എണ്ണ കുറച്ച് വെച്ചാണ് അനുമോട എണ്ണ. അതാണ് കുറച്ച് അമ്മതാ എല്ലാത്തിനും കൂടി നന്നാക്കണത് സാധനം ഉണ്ടോ മുകളിലിട്ട് ഇങ്ങനെ ഇളക്കണത്. അതല്ല, പിന്നെ ഞങ്ങളൊക്കെ ഇട്ട് വേവിക്കണ ചട്ടി അതന്നെ. ഇതാണ് ബന്ധുക്കള്. ഞങ്ങളുടെ നെക്കെട്ട് വീണ് മറിയാണ്. ഇതൊക്കെ കേക്കണം ഞങ്ങളുടെ ബന്ധുക്കള്. അല്ല, അത്ര പയറെന്നല്ല ഉദ്ദേശിച്ചത്. അത്രയും സ്നേഹത്തിൽ ഞങ്ങളെ പൊതിയാണ്. അതാണ് ഉദ്ദേശിച്ചത്. എന്തിനാ എത്ര ചോദിക്കാമ്മ? അവിടെ അനുമോളുടെ ഭാഗത്തിന്റെ കുറച്ച് ബന്ധുക്കൾ അപ്പുറത്തുണ്ട്. എൻ്റെ ബിനുവിന്റെ ബന്ധുക്കൾ അച്ഛൻ്റെ അമ്മയുടെ ആയിട്ട് 2 ഭാഗത്തുണ്ട്. ഇവരൊക്കെ കൂടി സ്നേഹം കൊണ്ട് പോയിട്ട് ഞങ്ങളെ കാണാനേ ഇല്ല. അതിന്റെ അടിയിൽ എവിടെ പെട്ട് കിടക്കുന്നുണ്ടോ? നിങ്ങളുടെ വയസ്സിന് മൂത്തല്ലമ്മ. അവരൊക്കെ നല്ലത് പറഞ്ഞു കൊടുത്ത് നിങ്ങളൊക്കെ ഒത്തൊരുമയായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുമെന്ന് ഞങ്ങളെ നന്നാക്കി. പിന്നെ ചട്ടിന്ന് ഉദ്ദേശിക്കണത് അതല്ല, അതിന് താഴെയുള്ള തീ ഉണ്ടല്ലോ. അതുകൊണ്ട് നമുക്ക് പ്രചോദനം, മര്യാദയ്ക്ക് ജീവിക്കണം എന്നുള്ള പേടിപ്പിക്കലും ചില എന്താ പറയുക ചില ക്ലാസ് എടുക്കലൊക്കെയാണ് ആ തീയിൻ്റെ ചെറിയ ചൂട്. പിന്നെ മുകളിൽ തട്ടിക്കൊടുക്കണം നന്നായിരിക്കും മക്കളെ എന്നുള്ള അനുഗ്രഹം. മനസ്സിലായില്ലേ? അപ്പൊ അമ്മക്ക് ബോധ്യമായല്ലോ. എന്തിനിപ്പോ കൂടുതൽ സാധനം? അതന്നെ, ഇതൊക്കെ നമ്മുടെ എല്ലാവരുടെയും വെക്കിട്ടിടണം. അപ്പോഴാണ് ഇത്ര വിവരം വെച്ചുള്ളൂ. പിന്നെ കാന്താരി മുളകും ചെറിയ ഉള്ളിയും ചതച്ചത് അത് വേണം. ഇത്തിരി ആ മുളകിന്റെ ഒക്കെ ഉണ്ടാക്കുന്നത് നീക്കം സംഭവിക്കും. ഇട്ടോടും. ഇപ്പൊ ആ ബന്ധുക്കളൊക്കെ അങ്ങോട്ട് ഇളകി മരണം നിൽക്കുക കാണാം. അടിയിൽ നിന്ന് ഞങ്ങൾ പൊങ്ങി വരും. കാരണം അങ്ങനെയാണ്, ഓവർ സ്നേഹമായിട്ടാണ് ബന്ധുക്കളൊക്കെ അങ്ങനെ മുകളിൽ മറിഞ്ഞു കിടക്കുന്നത്. ഇത് കാണുന്ന ബന്ധുക്കൾ എന്തൊക്കെ പറയുന്നത് എനിക്കറിയില്ല. പറഞ്ഞാലും കുഴപ്പമില്ല. ബന്ധുക്കളെ ഇതൊക്കെ ഒരു തമാശയായിട്ട് എടുക്കണം കേട്ടോ. നല്ല വടി എടുത്തിട്ട് വന്നോട്ടോ. എന്തൊക്കെയാ പറയുന്നത്? ഉപ്പും മുളകൊക്കെ ഞാൻ ഇട്ടിട്ട് വറക്കുക. അവരല്ല, അതെല്ലാം കൂടെ അടിയിൽ കിടന്ന് ഞങ്ങളാണ് ഏറ്റവും അടിയിലൊക്കെ. ഏതിനാ ഏറ്റവും കൂടുതൽ ചൂട് കിട്ടുക? അനുമോളുടെ ബന്ധുക്കളൊക്കെ ആലപ്പുഴ ആയതുകൊണ്ട് ആ സൈഡിൽ ഇത്തിരി വെള്ളം കാണാൻ കേട്ടോ. അപ്പൊ അമ്മ പറയാത് പയറിന്റെ വെള്ളമാണെന്ന്. അപ്പൊ കണ്ടില്ലേ, ഒരു പാചകത്തില് എത്ര ബന്ധുമിത്രാദികളെ ഞങ്ങൾ ഒന്നാക്കി. അതാണ് അമ്മ ചിന്തിക്കേണ്ടത്. അതിൽ വേവിക്കുകയാണോ ചൂടാക്കുകയാണോ മുളകിടുകയാണോ അങ്ങനെയൊന്നും ചിന്തിക്കരുത്. ആ ഒത്തൊരുമയാണ് ഞാൻ കാണിച്ചു കൊടുത്തത്. ഒരുപാട് ഒത്തൊരുമ കാണിക്കരുത് മകനെ. പിന്നെ മനുഷ്യന്മാരുണ്ട്. ഇത് നല്ലത് തോന്നുന്നു. കുറച്ച് കഴിയുമ്പോൾ അക്കരെ പച്ചയാണ് നല്ലത് തോന്നുന്നു. അക്കരെ പച്ചയ്ക്ക് മുമ്പത്തൊന്നും അയ്യോ അതിനേക്കാളും നല്ലത് ഇക്കരയായിരുന്നു തോന്നുന്നു. അങ്ങനെ മനുഷ്യരുടെ മനസ്സില്ലേ, അത് ഇങ്ങനെ എന്താ പറയുക ഓടിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് നല്ലത്, അതാണ് നല്ലത്. അങ്ങനെ അല്ല, അമ്മക്ക് എപ്പോഴെങ്കിലും ഇങ്ങനെ ഓടിയിട്ടുണ്ട് ഈ മക്കളെക്കാട്ടിലും അപ്പുറത്തെ വീട്ടിലെ മക്കളെ പോലെ ഒരു മക്കളായിരുന്നു എനിക്ക് നല്ലതെന്ന്, ഈ ഭർത്താവിനെക്കാട്ടിലും അങ്ങനത്തെ ഒരു ഭർത്താവായിരുന്നു എനിക്ക് നല്ലതെന്ന്. അതൊന്നും നമുക്ക് അത്ര ഇഷ്ടാവില്ല. ഇങ്ങനെയുള്ള പേഴ്സണൽ ചോദ്യങ്ങളൊന്നും നീ ചോദിക്കരുത്. അത് ഞാൻ അല്ല ഇതിനൊന്നും
എല്ലാവരും ഉണ്ടാവുള്ളൂ. ഇതൊക്കെ ചോദിക്കുന്നതിനേക്കാളും മുമ്പ് നീ എന്നോട് പെർമിഷൻ ചോദിക്കേണ്ടതായിരുന്നു. ഇത് പെട്ടെന്ന് മനസ്സിലായി. നമ്മുടെ മുഖത്തൊരു ചമ്മൽ വരുമ്പോഴേ എനിക്ക് മനസ്സിലായി ഇതൊരു പൂരത്തിനുള്ള പുറപ്പാടാണെന്ന്. നോക്കിക്കോളൂ, ഇങ്ങനെയാണ് ബന്ധു സംഗമം എന്ന് പറയുന്നത്. ഇതൊക്കെ കല്യാണ സമയത്ത് മാത്രം ഉണ്ടാവും. നല്ല ഇരുന്ന് വേവട്ടെ. അവിടെ ഞാനും അവരൊക്കെ അടിപ്പെട്ട് എണിച്ചിട്ടില്ല അല്ലേ? സ്നേഹം കൊണ്ട് പോഞ്ഞെടുക്കുകയാണ്, കടത്തി ഉറക്കിയെടുക്കുകയാണ്. എടിച്ചോളും. ഞാൻ ഈ കാര്യം പറഞ്ഞതിന്റെ ഒരു എക്സാമ്പിൾ പറയാം. ഏത് കാര്യം പറഞ്ഞു? പയറിനെ പറ്റി പറഞ്ഞു. മാറ്റങ്ങളൊക്കെ എന്ന് പറഞ്ഞില്ലേ, അതിന് ഞാനൊരു എക്സാമ്പിൾ ഒന്ന് പറയാം. എന്താ, ഇപ്പൊ ഒരു വീട് അതിപ്പോ സ്വന്തം വീട് എന്നല്ല, വാടക വീട് എന്ന് പറയാം നമുക്ക്. എന്നല്ലേ, സ്വന്തം വീടാകുമ്പോ നമ്മൾ നിരന്തരമായിട്ട് അവിടെ തന്നെ ഇരിക്കില്ലേ. അപ്പൊ ഒരു വാടക വീടിന്റെ കാര്യങ്ങൾ പറയാം. ഓക്കെ, അപ്പോ ഇത് ഒന്ന് ഇളക്കി കൊടുക്കണം, ഇടയ്ക്കൊക്കെ ഇളക്കി കൊടുക്കണം. ഇത് വെള്ളം ഉണ്ടാവും. ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ ഒരുപാട് നേരം ഒത്തൊരുമയിൽ നിൽക്കണ്ടെങ്കിൽ അവിടെ എന്തോ ഒരു ചതിയുണ്ട്. അപ്പൊ ഇടയ്ക്കൊന്ന് ഇളക്കി നോക്കണം, ശരിയാണോ ശരിയല്ലേ. എല്ലാരും സന്തോഷമായിട്ട് ഇരിക്കും കേട്ടോ, വഴക്കൊന്നും കൂടണ്ട, ഒരുമിച്ച് പൊങ്ങി വരാം നമുക്ക്. അപ്പോ ഒരു വാടക വീട്ടിൽ കുറേ വർഷങ്ങളായിട്ട് നമ്മളൊരു വീട്ടിൽ താമസിക്കാന്ന് വെച്ചോ അങ്ങനെ വിചാരിച്ചു. അപ്പോ ആ വീട്ടില് നമുക്ക് തൃപ്തിയാവുന്ന രീതിയിലുള്ള സൗകര്യങ്ങൾ ഒന്നും ഉണ്ടാവില്ല. അതായത് നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ടാവില്ല. കാരണം അത് മറ്റൊരാളുടെ ഇഷ്ടത്തിന് പണിത വീടാണ്, നമ്മുടെ ഇഷ്ടത്തിനുള്ള സൗകര്യത്തിന് വേണ്ടി പണിത വീടായിരിക്കില്ല. അപ്പൊ നമുക്കൊരു നല്ലൊരു സെറ്റ് ചെയ്ത് കൊണ്ടൊന്ന് ഇടണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ ഹാള് ചെറുതായിരിക്കും, ഇടാൻ പറ്റില്ല. അതുപോലെ അടുക്കളയിൽ നല്ല രീതിയിൽ എല്ലാം അടുക്കി പെറുക്കി വെക്കണം എന്നുള്ള രീതിയിലാണെങ്കിൽ അതിന് അനുസരിച്ച സൗകര്യങ്ങൾ ഉണ്ടാവില്ല. ഒരു ബെഡ്റൂമിൽ നല്ല വലിയ കട്ടിലും അലമാരയൊക്കെ വെച്ച് നമുക്കൊരു TV ഒക്കെ ഫിറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ വിചാരിക്കണം റൂമിൻ്റെ ഉള്ളിൽ ചിലര്. അപ്പൊ അങ്ങനെയുള്ള സൗകര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ആ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും അതുപോലും നമുക്ക് നടക്കില്ല. ഇതുപോലെ കുറെ ബന്ധുക്കളായിട്ടൊരു സംഗമം ഉണ്ടാവണമെന്ന് വിചാരിച്ചാൽ അവരൊന്നും കൂട്ടി ചേർത്താൽ നമുക്ക് പറ്റില്ല. ചെറിയ സൗകര്യങ്ങളായിരിക്കും. അപ്പൊ കുറെ ബന്ധുക്കളെയൊക്കെ വിളിച്ചിട്ട് നമുക്കൊന്ന് താമസിപ്പിക്കണം എന്ന് വിചാരിച്ചാലും അത് നടക്കില്ല. അവർ വന്നിട്ട് അപ്പൊ തന്നെ ഊണ് കഴിച്ചിട്ട് കൊണ്ടുവരും. കാരണം അത്രയും പരിമിതമായ സൗകര്യങ്ങളാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നമുക്ക് തോന്നും, നമുക്ക് ഇതിനെല്ലാം പറ്റിയൊരു വീട് പണിയാൻ പറ്റിയെങ്കിലോ എന്ത് നന്നായേനെ. അപ്പൊ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കുമെന്ന് വിചാരിക്കും. മനുഷ്യന്മാരൊക്കെ അങ്ങനെയാണ്, സാറും ഈ ലോകത്ത് മുഴുവൻ അങ്ങനെ. അപ്പൊ അങ്ങനെ കുറേ വർഷങ്ങളിൽ താമസിച്ച വീടിൽ നിന്ന് കുറച്ച് ദൂരെ നമ്മളൊരു സ്ഥലമൊക്കെ വാങ്ങി വീട് പണിതും നമ്മുടെ ഇഷ്ടത്തിനുള്ള എല്ലാ സൗകര്യങ്ങളായി നമ്മുടെ ഈ ആഗ്രഹങ്ങളൊക്കെ നടന്നു. എന്ത് നല്ല സെറ്റിയായി, കട്ടിലായി. പിന്നെ വണ്ടി വേറെ വാടക വീട്ടിലാണെങ്കിൽ നമുക്കൊരു വണ്ടി പോലും സൗകര്യത്തിന് മേടിക്കാൻ പറ്റില്ല. കാരണം അവിടെ വണ്ടി നിർത്താൻ ചിലപ്പോൾ സ്ഥലം ഉണ്ടാവില്ല. എല്ലാ വീട്ടിലും അങ്ങനെയല്ല. അപ്പൊ നമ്മുടെ സൗകര്യം ഉണ്ടാവും. ഇവിടെ എല്ലാ സൗകര്യവും ഉണ്ട്. നമുക്ക് വണ്ടിയായി, കാര്യങ്ങളായി, എല്ലാവരും. അപ്പൊ അങ്ങനെ ഇവിടെ ആദ്യം ഈ പുതിയ വീട്ടിൽ താമസിക്കുമ്പോൾ നമുക്ക് തോന്നും, നമ്മുടെ എല്ലാ സൗകര്യങ്ങളും നടന്നു കിട്ടി ഭഗവാനെ, നമ്മൾ വിചാരിച്ച പോലെയുള്ള എല്ലാം നമുക്ക് ഇവിടെ ശരിയായി എന്ന് പറഞ്ഞ ഒരു സന്തോഷമായിരിക്കും. അപ്പൊ എന്താ പറഞ്ഞാൽ ആദ്യമല്ലേ. അപ്പൊ വന്നൊന്നും നമുക്ക് ചുറ്റുവട്ടം ഒന്നും നോക്കാൻ സൗകര്യമില്ലല്ലോ, ആരെയും പരിചയപ്പെടാനൊന്നും സൗകര്യമില്ല. ഈ വീടിന്റെ ഉള്ളിൽ ഒതുക്കലും പിടിക്കലും വെക്കലും പറഞ്ഞാൽ നമുക്ക് നല്ല സന്തോഷത്തിലായിരിക്കും. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ മനസ്സിന് തോന്നുന്നു, അയ്യോ ആ ചെറിയ വീട് പരിമിതമായ സൗകര്യങ്ങളാണെങ്കിലും ആ ചുറ്റുപാടുള്ള ആൾക്കാരും അവരുടെ സ്നേഹവും അവരായിട്ടുള്ള നമ്മുടെ സംസാരവും ഇതൊക്കെ ആയിട്ട് അവിടെ ആയിരുന്നു നല്ലത്. ഇതിനേക്കാളും എത്രയോ സുഖം. ഇപ്പോൾ അവിടെക്കാളും സൗകര്യമൊക്കെ അവിടെ ഉണ്ട്, പക്ഷെ ആ ഒരു സന്തോഷം കിട്ടുന്നില്ല. അത്രയും ആത്മമായി ബന്ധപ്പെട്ട ചില മനുഷ്യന്മാർ അവിടെ വിട്ടുപോയല്ലോ. അപ്പൊ ആ ഒരു സന്തോഷം നമുക്ക് കിട്ടുന്നില്ല. ഇപ്പൊ എല്ലാം ഉണ്ട്, ഇപ്പൊ നമുക്ക് ആഗ്രഹിച്ചതിനേക്കാളും കൂടുതൽ എല്ലാം ഉണ്ട്. പക്ഷെ അവിടെ ആ ചെറിയ വീട്ടിലുണ്ടായിരുന്ന ആ ഒരു സന്തോഷക്കുറവ് അതെന്തിനാന്ന് പറയും. ഒരുപാട് വർഷം ജീവിച്ച ആ വീടിനോട് നമുക്കൊരു ഇഷ്ടം തോന്നിയിട്ടുണ്ടാവും. എത്രയൊക്കെ നമ്മുടെ കുറ്റ വീടിനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ വീട്ടിനോട് ഒരു ആത്മാർത്ഥത, ആ ചുറ്റുവട്ടം നമ്മുടെ സ്വന്തമായി മാറിയിട്ടുണ്ടാവും. എന്നുവെച്ചാൽ അവർക്ക് നമ്മളെ അറിയാം, നമുക്ക് അവരെ അറിയാം. നമ്മൾ ഏത് സമയത്ത് ഏത് വേഷം ധരിച്ചു പോയാലും അവർ നമ്മളെ കണ്ടുപിടിക്കും. ഒന്ന് സുഖമില്ലാണ്ടായ ഓടി വരും. അവൻ്റെ വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അത് നമ്മുടെ വീട്ടിലെ ഫംഗ്ഷൻ പോലെ ആയിരിക്കും. അതൊക്കെ ആകുമ്പോൾ പരിസരമായിട്ട് നമ്മൾ ഒരുപാട് ഇണങ്ങിപ്പോകും. അപ്പൊ മനസ്സെന്ത് പറയും? അപ്പോ അയ്യോ അതായിരുന്നു നല്ലത്, അവിടെ തന്നെ മതിയായിരുന്നു, അവിടെ തന്നെ ഒരു വീട് എവിടെയെങ്കിലും നോക്കിയാൽ മതിയായിരുന്നു, ആ പരിസരം വിട്ട് നമുക്ക് വരണ്ടായിരുന്നില്ല എന്ന് തോന്നും. അതുപോലെ നമ്മൾ കുറേ കാലം പിടിക്കുമ്പോൾ നമുക്ക്
ആ വഴിക്ക് എങ്ങാനും പോയാൽ നമുക്ക് ആ വീടൊന്ന് കാണണമെന്ന് തോന്നും. കാരണം അവിടെ നമ്മുടെ ഒരുപാട് ഓർമ്മകൾ തങ്ങി നിൽക്കുന്നുണ്ടാവും ആ വീട്ടിൽ, ഇല്ലേ? നമ്മുടെ മക്കളുടെ ചെറുപ്പം, നമ്മുടെ ചിരിയും കളിയും, മക്കളുടെ കളി. ആ മക്കളൊക്കെ കുറച്ച് വലുതാവും, അവിടെ വളരെ ചെറിയ കുട്ടികളായിരിക്കും. അവരുടെ ചിരിയും കളിയും എല്ലാം ആ വീട്ടിൽ. നമ്മൾ ആ വീട് കാണുമ്പോൾ നമുക്ക് മനസ്സിൻ്റെ ഉള്ളിലൊരു വിങ്ങനാണ്. അയ്യോ, അതിൻ്റെ ഉള്ളിൽ നമ്മുടെ ഒരുപാട് നല്ല ഓർമ്മകളും സങ്കടങ്ങളും സന്തോഷങ്ങളും എല്ലാം നമ്മുടെ സൗകര്യത്തിൽ ജീവിക്കുമ്പോഴും ആ ചെറിയ വീടാണെങ്കിലും അത് കാണുമ്പോൾ നമുക്ക് തോന്നും, അയ്യോ ഇതിൻ്റെ ഉള്ളിലൊന്ന് കയറി നോക്കിയാലോ, അന്നത്തെ പോലെയാണോ, നല്ല മാറ്റം വന്നിട്ടുണ്ടോ എന്ന്. ചിലപ്പോൾ പരിചയം അത് ഞങ്ങൾ ആദ്യം ഇവിടെ താമസിച്ചു. ഞാൻ കുറേ ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ ആദ്യം ഇവിടെ താമസിച്ചതാണ്, ഇതിൻ്റെ ഉള്ളിലൊന്ന് കയറി നോക്കിയാലോ, നോക്കണം എന്നുണ്ട്. അതിനകത്ത് നോക്കിക്കോളൂ എന്ന് പറഞ്ഞ് നോക്കാൻ പോയാൽ എല്ലാം നോക്കും. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ മക്കളാരെങ്കിലും കോരിയിട്ട് എന്തെങ്കിലും ഒരു അതിൻ്റെ മേലെ ഒരു പെയിന്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിൻ്റെ ആ തെളിവ് അവിടെ കാണും, എന്തെങ്കിലും മങ്ങി കിടക്കുന്നുണ്ടാവും. അപ്പോൾ തോന്നും, അയ്യോ ഇത് എൻ്റെ മോൻ അല്ലെങ്കിൽ എൻ്റെ മോള് അന്ന് വരച്ചതാണ്, അത് പെയിന്റ് അടിച്ചിട്ട് പോലും മങ്ങിയിട്ടില്ല. ആ മനസ്സിൽ അപ്പോൾ ഒരു എന്താന്ന് പറയാത്തൊരു സങ്കടമായിരിക്കും, പ്രത്യേക അനുഭവം. അതുപോലെ അവിടെ എന്തെങ്കിലും ഒരു സാധനം നമ്മൾ കാണുമ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ ചെയ്തിരുന്നു, ഇവിടെ അത് നടന്നിരുന്നു, അങ്ങനെ നമുക്ക് പല ഓർമ്മകൾ. അന്ന് മുഴുവൻ നമുക്ക് ഈ വലിയ വീട്ടിൻ്റെ ഉള്ളിൽ വന്നാലും നമ്മുടെ മനസ്സ് അവിടെ ആയിരിക്കും, ആ ഓർമ്മകളിലായിരിക്കും. പിന്നെ അവിടെയുള്ള അടുത്ത ആൾക്കാരൊക്കെ സംസാരിച്ചൊക്കെ വരുമ്പോൾ തോന്നും, ദൈവമേ ഇതൊക്കെ വിട്ടിട്ടാണല്ലോ ഞാൻ അങ്ങോട്ട് പോയി എന്ന് ഒരു തോന്നലും വിഷമമൊക്കെ ഉണ്ടാവും. പക്ഷെ മനുഷ്യ ജീവിതം അങ്ങനെയാണ്, മാറ്റങ്ങളാണല്ലോ. അപ്പൊ നോക്കൂ, നമ്മൾ ആ പഴയ വീട്ടില് ഒരു വാടക വീട്ടിലുള്ളപ്പോൾ നമുക്ക് തോന്നി പുതിയൊരു വീട്ടിൽ പോയിട്ട് എൻ്റെ ഇഷ്ടത്തിന്, എൻ്റെ സ്വാതന്ത്ര്യം, എൻ്റെ സന്തോഷത്തിന് ജീവിക്കണം. പുതിയ വീട്ടിലേക്ക്, നമ്മുടെ സ്വന്തമായ വീട്ടിലേക്ക് വന്നപ്പോൾ നമുക്ക് തോന്നി ആ പഴയ വീട്, ആ പഴയ സാഹചര്യം, ആ പഴയ മനുഷ്യന്മാരില്ലല്ലോ ഇവിടെ, ആ പഴയ ഓർമ്മകളൊക്കെ ആ വീട്ടിലാണല്ലോ, ആ വീട്ടിനോട് അടങ്ങാൻ പറ്റാത്തൊരു സ്നേഹം. അപ്പോൾ ഇല്ലാണ്ടാവുമ്പോൾ വേണമെന്നുള്ള ചിന്തയും, വേണപ്പോൾ ആ ഇല്ലാണ്ടായ കാലത്തേക്ക് തിരിച്ചു പോകണം എന്നുള്ള ചിന്തയും മനുഷ്യൻ്റെ മാറ്റങ്ങളാണ്. കാരണം ഈ മാറ്റങ്ങൾ ജീവിതത്തിൽ അനിവാര്യമാണ്, അല്ലേ? എന്ന് വെച്ചാൽ മാറ്റങ്ങളില്ലാതെ ജീവിതമില്ല. ഇപ്പം അമ്മ 5 വയസ്സിലുള്ളത്ര സുന്ദരി കുട്ടിയാണോ ഇപ്പം അമ്മ? 10 വയസ്സിൽ അതുപോലെ ഇടായിരുന്നോ? മാറ്റം വന്നില്ലേ? 20 വയസ്സിൽ നല്ലൊരു മാറ്റം വന്നില്ലേ? അയ്യോ അല്ലമ്മ, 20 വയസ്സിലൊരു മാറ്റം, 30 വയസ്സിലൊരു മാറ്റം, 40, 50, 60. അപ്പം നമ്മുടെ ശരീരത്തിന് നമ്മുടെ ശരീരത്തിൻ്റെ രൂപത്തിനടക്കം മാറ്റങ്ങൾ സംഭവിക്കുന്നില്ലേ? അതുപോലെ തന്നെയാണ് ജീവിതത്തിൻ്റെ ഓരോ ദിവസങ്ങളും മാറ്റങ്ങളുടെ പേരാണ് ജീവിതം. മനസ്സിലായില്ലേ? അതങ്ങനെ തന്നെയാണ് നമ്മുടെ മാറ്റങ്ങൾ. നമുക്ക് ഒരിക്കലും എന്താ പറയാ, അല്ല, മാറ്റമില്ലാതെ ജീവിതമില്ല. ജീവിതമില്ല. നമ്മൾ പിടിച്ചു തുറന്ന ആ കുട്ടികളെ പോലെയാണ്. ഇപ്പം അതിന് മാറ്റങ്ങൾ വന്നിട്ടല്ലേ നമ്മൾ ഈ സ്റ്റേജിൽ എത്തിയത്. അങ്ങനെ തന്നെയാണ്. നമ്മൾ മാറ്റങ്ങൾ ഇല്ലാണ്ടൊന്നും ഒരിക്കലും ജീവിതം മുന്നോട്ട് പോയില്ല. മാറ്റങ്ങൾ അനിവാര്യമാണ്. അതല്ലേ ഏതോ ഒരു വലിയൊരു വ്യക്തി എന്നും പറയാറുള്ളത്, ഇന്നലകൾ അനുഭവമാണ്, നാളെ പ്രതീക്ഷയാണ്, ഇന്നാണ് യാഥാർത്ഥ്യം. അതുപോലെ ഹിന്ദിയിലൊരു പാട്ടുണ്ട്, കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. वक्त ने किया क्या हसी सितम हम रहे न हम तुम रहे न तुम. അതിന്റെ അർത്ഥം ഒന്ന് പറയൂ, അപ്പോഴല്ലേ മനസ്സിലാവുള്ളൂ. സമയം, കാലം നമ്മളെ മാറ്റും. എങ്ങനെ അറിയോ? ഞാനായിരിക്കില്ല ഞാൻ, നിങ്ങളായിരിക്കില്ല നിങ്ങൾ. നമ്മുടെ കാലം നമ്മുടെ രൂപത്തെ മാറ്റുന്നതാണ് പറയുന്നത്. നമ്മുടെ പരിസ്ഥിതിയെ മാറ്റും. ഞാൻ ഉണ്ടായെന്ന് വരില്ല, നിങ്ങളും ചിലപ്പോൾ അത് കാണാൻ ഉണ്ടായെന്ന് വരില്ല. കാലങ്ങളുടെ മാറ്റമാണെന്നല്ലേ? ശരിയാണ്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും മനസ്സെന്നും മോഹങ്ങളുടെ സഞ്ചാരിയാണ്. ഒന്നിലും ഒതുങ്ങില്ല, ഒന്നിലും മടങ്ങില്ല, അല്ലേ? ഒന്നിലും ഒതുങ്ങാതെ, ഒന്നിലും അടങ്ങാതെ എന്നും സ്വപ്നലോകത്തിൽ സഞ്ചരിക്കുന്ന ഒരു മഹാമായാവിയാണ് മനുഷ്യഹൃദയം. അതൊരു വല്ല സംശയമുണ്ടോ? പക്ഷെ ഒന്നുണ്ട്, അതൊക്കെ അങ്ങനെ സഞ്ചാരിയാണെങ്കിലും ആത്മാവ് ഒരു സന്യാസിയാണ്. അതെന്തിനാ ചോദിക്കേ? അതൊന്നും ആഗ്രഹിക്കില്ല അമ്മ. ഈ നമ്മുടെ ഈ ഉടലില്ലേ, ശരീരം, അതടക്കം അതിന് സ്വന്തമല്ലാന്ന് അതിന് നന്നായിട്ട് അറിയാം. അതൊരു യാത്ര പോകുമ്പോൾ അതിന് ഏത് ശരീരമാണ് പിന്നെ കിട്ടുകയെന്ന് പോലും അതിനറിയില്ല. അത് പറഞ്ഞിട്ട് ആത്മാവെന്നൊരു സന്യാസിയാണ്. അതുകൊണ്ട് മാത്രമാണ് ആത്മാവെന്നും പരിശുദ്ധവുമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അമ്മയുടെ മനസ്സ് പോലെ, എൻ്റെ മനസ്സ് പോലെ, ഈ ലോകത്തുള്ളവൻ്റെ എല്ലാ മനസ്സ് പോലെയും ഒരാളും ഒന്നിലും ഒരു കാലത്തും തൃപ്തി അണിയുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇന്ന് ജീവിക്കുമ്പോൾ തോന്നും നാളുകളിൽ വരാൻ പോകുന്നതായിരിക്കും നല്ലത്. നാളുകളിൽ നമ്മൾ എത്തിക്കഴിയുമ്പോൾ തോന്നും ഇന്നലകൾ ജീവിച്ചായിരുന്നു നല്ലത്. അപ്പോൾ എന്ന് നമ്മളൊരു കാര്യം ഓർക്കുന്നുണ്ട് കേട്ടോ, എപ്പോഴും മെമ്മറീസ് ഇല്ലേ, അതിനേക്കാളും സ്വീറ്റായിട്ടുള്ള ഈ ലോകത്തൊന്നുമില്ല.
നമ്മുടെ ഫ്യൂച്ചർ അത് എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷെ എത്രത്തോളം നമ്മൾ മുന്നോട്ട് പോയാലും പിന്നാക്കമുള്ള വഴിയുണ്ടല്ലോ, അവിടുത്തെ നല്ല ഓർമ്മകളെ പോലെ ഒരു ഓർമ്മകളെ ജീവിതത്തിലില്ല. ഉണ്ടോ? അന്ന് നമ്മുടെ ഒപ്പം കൂടിയവർ, അന്ന് നമ്മുടെ ഒപ്പം ഉണ്ടായവർ, അന്ന് നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയ സമയങ്ങൾ, അതിനോടും പ്രീഷ്യസ് ആയിട്ടുള്ളൊരു സമയം ഉണ്ടോ എന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ ഇല്ല. ഇന്നലകൾക്ക് ഏറ്റവും കൂടുതൽ വാല്യൂ ഉണ്ട് അവർ. നാളുകളൊരു സ്വപ്നം പോലെ തന്നെയാണ്, നടന്നാൽ നടന്നു അല്ലെങ്കിൽ അല്ല. ഇന്നലകൾ നടന്നു കഴിഞ്ഞു. അതുകൊണ്ട് ആ ഇന്നലകളുടെ ഓർമ്മകളിൽ ചില നല്ല ഓർമ്മകൾ ഉണ്ടാവില്ലേ? എന്ത് നല്ല ഓർമ്മകളായിരിക്കും. നമ്മുടെ ജീവിത അവസാനം വരെ മുറുകെ പിടിക്കുന്ന ഓർമ്മകളായിരിക്കും അല്ലേ? ഇന്നലകളിൽ നമ്മുടെ ഒരുപാട് സ്നേഹിച്ച ആൾക്കാർ, നമ്മൾ ഒരുപാട് സ്നേഹിച്ച ആൾക്കാർ, നമ്മൾ സഞ്ചരിച്ച വഴികൾ, അതൊക്കെ എത്ര മാറ്റങ്ങൾ സംഭവിച്ചാലും ഒരിക്കലും മറക്കാൻ പറ്റാത്ത, മായ്ക്കാൻ പറ്റാത്ത ഓർമ്മകളായി എന്നും മനസ്സിലുണ്ടാവും അല്ലേ? അല്ലേ അമ്മ? അതെ മോനെ. അപ്പോൾ ഇതാണ് ഇന്നത്തെ മെഴുക്കുവരട്ടി. അപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായില്ലേ? അവിടെ ആകെ 3 പേര് വീണ് കിടക്കുന്നുണ്ടായിരുന്നു. ഞാന് അനുമോള്, വിനോദ്. അച്ഛൻ്റെ ബന്ധുക്കൾ, അമ്മയുടെ ബന്ധുക്കൾ, അനുമോളുടെ ബന്ധുക്കൾ, എല്ലാ ബന്ധുക്കളും കൂടി അതിൻ്റെ മുകളിൽ വന്ന് വീണു. അപ്പോൾ നമ്മൾ എന്ത് വിചാരിച്ചു? ഇത് വലിയൊരു സംഘർഷം നടക്കാൻ പോവുകയാണെന്നല്ല, അതെല്ലാം കൂടി ഒരുമിച്ച് സംസാരിച്ചിട്ട് നല്ലൊരു ഉപ്പേരിയായി മാറി. എന്ന് വെച്ചാൽ ആർക്കെങ്കിലും ഉപകാരമുള്ള ഒരു വസ്തുവായി മാറി. അപ്പോൾ ഒത്തൊരുമയിൽ വലിയൊരു സ്നേഹം ഉണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അല്ലല്ല, അത് നിർത്ത്, എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ എല്ലാവരും കൂടിയിട്ട്, അപ്പോൾ ഞാനും അമ്മയും അതുപോലെ എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് ഒരു സ്ഥലത്ത്, ആൾക്കാർക്ക് തോന്നും അവിടെ ഗുസ്തിക്ക് കൂടിയെടുക്കണം, അല്ല, ഒരുമിച്ച് കൂടിയതിനു ശേഷം നല്ലത് ചിന്തിച്ച ഒരു കൂട്ട ആൾക്കാർ മുഴുവൻ നല്ലത് ചിന്തിച്ച ആരുടെയെങ്കിലും ഒരു വിസ്പിനെങ്കിലും ഉപകാരപ്പെടുന്നുള്ളത് സത്യമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഉപ്പേരിനെ ഓർമ്മിക്കുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നാണ്. എങ്ങനെ ആദ്യം നിങ്ങൾ എന്ത് വിചാരിച്ചു? എന്താ ബന്ധുക്കളൊക്കെ ഇങ്ങനെ പറയുന്നത്? വളരെ മോശമാണല്ലേ സ്വഭാവം രഞ്ജിത്തെ, ഇതൊന്നും അത്ര ശരിയല്ല എന്ന് കേൾക്കണവർ വിചാരിച്ചു. അമ്മ വിചാരിച്ചു ഇതിൽ എൻ്റെ ബന്ധുണ്ട്, എൻ്റെ ബന്ധുവിനെ ഒഴിവാക്കടാ, അച്ഛൻ്റെ ബന്ധുവിനെ വേണമെങ്കിൽ പറഞ്ഞോന്നൊക്കെ അമ്മ വിചാരിച്ചു. അനുമോട് ചിലപ്പോൾ അത് കാണണ്ടെങ്കിൽ അനുമോട് വിചാരിക്കുന്നുണ്ടാവും, എന്തിനാട്ടാ എൻ്റെ ബന്ധുക്കളുടെ എടുത്തിരുന്നത്, അത് വേണ്ടാട്ടാ ചിലപ്പോൾ അവിടെ വിചാരിക്കും. പക്ഷെ ഇതെല്ലാം വിചാര അവസാനം എന്തായി? നല്ലതിനായി. മനസ്സിലായില്ലേ? അതെല്ലാം കൂടി ഒരു കവറിനുള്ളിൽ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ ഗുണമുണ്ടോ? ഒരുമിച്ച് കൂടി ചാടി വീണപ്പോൾ, അല്ല ഒരുമിച്ച് വീണ് കേക്ക് ചാടി വീണപ്പോൾ നമ്മൾ വിചാരിച്ചു ഇതെന്തോ സംഭവിക്കാൻ പോവുകയാണെന്ന്. അവസാനം അത് നല്ലൊരു പദാർത്ഥമായി മാറി. ഞാൻ പദാർത്ഥം എന്ന് ഉദ്ദേശിക്കുന്നത് ഭക്ഷണ പദാർത്ഥങ്ങൾ, ഞാൻ ചമച്ചത് ഇതിനെ പറ്റിയല്ല പറഞ്ഞത്. നമ്മുടെയൊക്കെ ജീവിതം ആർക്കെങ്കിലും ഉപകാരപ്പെടുക. ഇപ്പം ഈ പയർ ആ വള്ളിയിൽ മാത്രം കിടന്നുണ്ടെങ്കിൽ അവിടെ തന്നെ നിൽക്കൊന്നുമില്ല, കാക്കൊക്കെ കൊത്തി, എലി, പല്ലി, ഇനി ലോകത്തുള്ള സാധനം പോവും, എല്ലാം തിന്നും. അപ്പോൾ ഇതൊക്കെ അങ്ങനെയൊക്കെ ചെയ്ത് വേണമെങ്കിൽ ഒന്ന് ഇട്ട് നോക്കമ്മ. അപ്പോൾ എല്ലാം ചെയ്ത് അത് അങ്ങനെ പോകണ്ടായിരുന്നു. പക്ഷെ നമ്മൾ എടുത്ത കാരണം കൊണ്ട് അത് വേറൊരു രീതിയിലായി മാറി. മനസ്സിലായില്ലേ? അത് ഉപകാരപ്പെടാണ്ട് തൂങ്ങിപ്പോയിട്ട് ഒരു കാര്യമില്ല. മനുഷ്യന് ഭക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഉള്ളത്. അപ്പോൾ ആ ഭക്ഷണം നന്നാവണമെങ്കിൽ എല്ലാത്തിനും ജീവിതത്തിൽ ഒരു കൂട്ടായ്മ വേണം. ആ കൂട്ടായ്മ നന്മയ്ക്ക് വേണ്ടിയിട്ടായ സത്യമായിട്ടും നന്മയുടെ ഓരോ മുട്ടുകൾ പൂവായി വിരിയും. എവിടുന്ന് കൊണ്ടുവന്ന് എവിടേക്ക് വെച്ചടാ മകനെ, നീ ഇതെല്ലാം നമ്മൾ ചിന്തിക്കണത്? നിന്നൊക്കെ എൻ്റെ യൂട്യൂബിൽ കയറ്റി എന്നെ വേണം തല്ലാൻ. ആ തൊണ്ടവേലിലാണ് പാട്ട് പാടിയത്. അത് ഞാൻ വെറുതെ പറഞ്ഞതാ പാടിയത്. ഓക്കെ. അപ്പൊ പയറ്, മെഴുക്ക് വരട്ടി, പരിപ്പും തക്കാളിയും കൂടി കറി, ഇത്രേ ഉള്ളൂ. ഇത്രേ ഉള്ളൂ. ഇന്ന് വരണ്ട, 2-3 ദിവസം ഇന്ന് നിങ്ങൾ വരണ്ട. ഇന്ന് ഇത് കണ്ടിട്ട് പോയാൽ മതി. വരണ്ട. ശരിക്കും പറയാ, എനിക്ക് പോരാത്തത് എനിക്ക് നല്ല കണ്ടു. അത് പകർത്തി തരും. ഇത് ഇവിടെ മുഴുവൻ അങ്ങനെ കലകലാന്നുണ്ട്. അപ്പൊ എന്താ അറിയോ, അപ്പൊ നിങ്ങൾക്ക് ആ പാട്ടൊക്കെ ചിലപ്പോ പൂച്ച കരഞ്ഞ പോലെ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ മിസ്റ്റേക്ക് അല്ല, അത് പാടിപ്പോയി. ഓക്കെ. അപ്പൊ ബൈ.